വെൽക്കം. മീഡിയ ഭാരതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഒരു ഇന്റർവ്യൂ ഒന്നും അല്ല കേട്ടോ, ഇതൊരു ജസ്റ്റ് എൻ്റെ ഒരു ഞങ്ങൾ ഒരു പഴയ ഫ്രണ്ട്സാണ്. അത് ഫ്രണ്ട്സും മാത്രമല്ല, ബ്രദേഴ്സാണോ എന്ത് വേണമെങ്കിൽ പറയാം. അത്രയും വളരെ തിക്കായിട്ടുള്ള രണ്ട് ആത്മസുഹൃത്തുക്കളായിരുന്നു. വളരെ വർഷങ്ങളായി ഞങ്ങൾ നേരിട്ട് കണ്ടിട്ട്. മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു ഏറ്റവും കൂടുതൽ ഹീറോ വോയിസ് നൽകിയിട്ടുള്ള, ഇതുവരെ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഹീറോ വോയിസ് നൽകിയിട്ടുള്ള ചന്ദ്രമോഹനാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാർ, അപ്പം ചന്ദ്രമോഹൻ ശരിക്ക് ഈ ഫീൽഡിലേക്ക് വരുന്നത് ഏത് വർഷമാണ്? 1976 തോന്നുന്നു. 76. അതായത് ഞാൻ SLC പഠിക്കുന്ന വർഷം 76. ശരിക്ക് പിന്നെ ഡബിങ് ഇതായിട്ട് ഓഡിഷനിൽ അങ്ങനെ എന്തെങ്കിലും? അല്ല, വെറുതെ നമുക്ക് എഡിറ്റർ ശങ്കുണി എന്ന് കേട്ടിട്ടുണ്ടോ? ശങ്കുണിയേട്ടൻ പറയുന്നു, ഒരു ദിവസം നമുക്കൊരു വോയിസ് ടെസ്റ്റ് ചെയ്യണം, ഒന്ന് വരാമോ ആവശ്യം. ഞാൻ എനിക്കായിട്ട് ഒരു ഇതുമില്ല, പറ്റില്ല, വെറുതെ നീ ഒന്ന് വന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ശ്യാമള സ്റ്റുഡിയോ ചെല്ലുന്നു. ഏതാ പടം അത്? ആശീർവാദം, കമലഹാസന്റെ വന്ന് ആ ഒരു വോയിസ് ടെസ്റ്റ് ചെയ്തു. പുള്ളിക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന് കമലഹാസനെ പോലെ ഇമിറ്റേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, സാധാരണ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ആ ഒരു കഥാപാത്രം ഡബ് ചെയ്യുമ്പോഴത്തേക്കും ആ കഥാപാത്രത്തിന്റെ ഇണങ്ങിയ ശബ്ദത്തിൽ അങ്ങ് ബോഡിയോട് ചേർന്ന് കിടക്കും ശബ്ദം. അത്രേ ഉള്ളൂ. ഇപ്പം ആർക്ക് ഡബ് ചെയ്യുമ്പോഴും അവരുടെ സ്ക്രീനിൽ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നില്ലേ ആ വോയിസ് ചെയ്യുന്നത്. അപ്പം ആശീർവാദമാണ് ഫസ്റ്റ് ഫിലിം. അതിനുശേഷം പിന്നെ തുടർച്ചയായിട്ടുണ്ടായിരുന്നു ശങ്കറിന്റെ പടങ്ങളില്ല. ശങ്കറിന്റെ 178 പടം, 178 പടങ്ങൾ ഒരു ഹീറോയ്ക്ക്. ശങ്കറിന്റെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും ഏതാണ്ട് തന്നെ ചെയ്തിരിക്കുന്നത് പടങ്ങളാണ്. അതെ, എല്ലാം മെനക ശങ്കർ ഒരു ടീമായിരുന്നില്ല അന്നത്തെ കാലത്ത്. പിന്നെ ഷാനവാസിന്റെ ആദ്യത്തെ പടം തൊട്ട് പ്രേമഗീതങ്ങൾ മുതല് റഹ്മാൻ, സുരേഷ് ഗോപി, ന്യൂഡൽഹി വരയ്ക്കുള്ള എല്ലാ പടങ്ങളും. ന്യൂഡൽഹി വരെ എത്രത്തോളം പടം ഉണ്ടാവും? ഒരു 28 പടമുണ്ട് ന്യൂഡൽഹി വരെ. പിന്നെ രവീന്ദ്രൻ, രാജ്കുമാർ, തെലുങ്കിലും കന്നഡത്തിനുള്ള നടന്മാര് എല്ലാവർക്കും ഡബ് ചെയ്തിട്ടുണ്ട്. ആദ്യം ചന്ദ്രമോഹൻ ഈ ഫീൽഡിൽ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ജോലി? ഞാൻ വാര്യറിലെ ഓഡിറ്റിംഗ് അവരുടെ കൂടെ ആയിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെന്നൈക്ക് വന്നത്. അങ്ങനെയാണ് ശങ്കുണിയേട്ടനെയൊക്കെ പരിചയപ്പെട്ടത്. അച്ഛൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരുന്നു. പുള്ളിക്കൊരു അമ്മ ഏറ്റവും TP രാധാമണി, ഏറ്റവും റേഡിയോ കേട്ടിട്ടുള്ള മുഴുവൻ ആകാശവാണിയുടെ എല്ലാ അവരുടെ സ്ഥിരം ആർട്ടിസ്റ്റ് ആയിരുന്നു. 42 വർഷം ആകാശവാണിയിൽ വർക്ക് ചെയ്തത്. എന്റെ വൈഫും ഡബിങ് ആർട്ടിസ്റ്റാണ്. അവളും മരിച്ചു. അവൾക്ക് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. ഞങ്ങള് 13 വർഷം ഒരുമിച്ച് ഉണ്ടായിരുന്നു മദ്രാസിലുണ്ടായിരുന്ന സമയത്ത്. ഏതാണ്ട് 6 വർഷവും ഞാൻ പിണങ്ങി തന്നെ കഴിഞ്ഞൊരു ചന്ദ്രമോഹനായിട്ട് ഒരിക്കലും വഴക്കുണ്ടായിട്ടില്ലെങ്കിലും എപ്പോഴും അമ്പിളിയായിട്ടൊക്കെ വഴക്കുണ്ടാവും. പക്ഷെ എന്തൊക്കെ വഴക്കുണ്ടെങ്കിലും എപ്പോഴും നേരിട്ട് കണ്ണും കൂടെ ഒന്നും ഇങ്ങനെ കോർത്തിപ്പോയാൽ എന്താ ദേഷ്യമുണ്ടോ? തീർന്നു, അത്രേ ഉള്ളൂ. അതിന് മാത്രം വേറെ കാര്യപ്രസക്തമായിട്ടുള്ള വൈരാഗ്യം വെക്കേണ്ട കാര്യമില്ല. ഇവരുടെ ഒരു കഥ പറയുകയാണെങ്കിൽ ഞാൻ പറയാം. നമ്മുടെ ആദ്യം നമ്മൾ ചെയ്തൊരു സീരിയല് ഏതായിരുന്നത്? നമ്മുടെ കമൽനാഥിനെ ഡബ് ചെയ്തത് 2 ശക്തി. ആ ശക്തിയില് കമൽനാഥിന് ചന്ദ്രമോഹനും വൈഫായിട്ട് അഭിനയിക്കുന്ന ക്യാരക്ടറിന് അമ്പിളിയാണ് ഡബ് ചെയ്തത്. ഭാര്യയും ഭർത്താവും രണ്ടുപേരും വരും. 2 പ്രിന്റ് എടുത്ത് കൈ കൊടുത്തേക്കും. അതായത് ഒരു 4 പേജ് ഉണ്ടാവും ഒരു സീൻ. ഈ 4 പേജ് ഇങ്ങനെ മടക്കി ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കും. അമ്പിളി അവിടെ പിടിക്കും. 2 പേരും കൂടെ സ്റ്റാർട്ട്. പിന്നെ ഒറ്റ പോക്ക. അപ്പൊ ഞാൻ അതിന്റെ രഹസ്യമൊക്കെ എന്നോട് പലരും ചോദിക്കും, എന്താണ് ചന്ദ്രമോഹൻ അങ്ങനത്തെ ഒരു രഹസ്യമായിട്ട് അങ്ങനെ ഒന്നും ചെയ്യില്ല. പക്ഷെ ഹരിയായിട്ട് അതിനകത്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കും. ചില എന്നാണെങ്കിൽ ഒരു ഇൻഡു സങ്കടം വരുന്നതാണെങ്കിൽ അടിയിൽ ഇങ്ങനെ ഒരു വെള്ളത്തിന്റെ വര, ഗ്യാപ്പ് ആണെങ്കിൽ ഒരു ഗ്യാപ്പ്. ഒരു കഥ പറയുകയാണെങ്കിൽ നസീർ സാർ ഇങ്ങനെ മാർക്ക് ചെയ്യും. സാറിന്റെ കൂടെ ഒരു കോമ്പിനേഷൻ സിംഹം എന്നൊരു പടമുണ്ട്. എന്റെ കോമ്പിനേഷൻ എടുക്കാനായിട്ട് സാറാ മൈക്കില്, ഞാനീ മൈക്കില്. സാർ ഇങ്ങനെ വരയ്ക്കുന്നു. ഞാൻ എന്ത് ചെയ്തു, സ്ക്രിപ്റ്റ് ഞാനൊന്ന് വരച്ചു. സാർ ടേക്ക് പറഞ്ഞു
ഞാൻ പറഞ്ഞിട്ട് അന്ന് ലൂപ്പ് സിസ്റ്റം ആണല്ലോ, അലൂപ്പ് സിസ്റ്റം ഞാൻ പറഞ്ഞിട്ട് ഒരു 3 റൗണ്ട് വീണ്ടും ഉണ്ട്. ഉണ്ട്. അതെന്താ വെച്ചാല് ഒന്നാം നസീർ സാർ അഭിനയിച്ചത് പുള്ളിക്ക് ഒരു സ്വതസിദ്ധമായിട്ട് ഒരു ടൈമിംഗ് ഉണ്ട്. അതെ അതെ അതെ. പക്ഷെ ആ ടൈമിന്റെ തുടക്കം കിട്ടിക്കഴിഞ്ഞാല് ബാക്കിയെല്ലാം പിന്നെ അങ്ങോട്ട് സ്ക്രീനിൽ നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഹരിയേട്ടനും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ. ഒരു പ്രാവശ്യം കണ്ടു കഴിയും. ഇന്നത്തെ ഡബിങ്ങില് ആര് കാണുന്നു? ഒരു മോണിറ്റർ പോലും ആരും കാണുന്നില്ല. ഒരു റിഹേഴ്സൽ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു പ്രാവശ്യം കാണും, എന്നിട്ടൊരു മോണിറ്റർ പറയും, എന്നിട്ടൊരു ഫൈനൽ മോണിറ്ററും വേണമെങ്കിൽ പറയും, എന്നിട്ട് ടേക്കിലേക്ക് പോകും. പരസ്പരം കാണുന്നില്ലല്ലോ. ഇവിടെ അതല്ല. ആദ്യമായിട്ട് ഞാനൊരു സമയം ഒരു സ്ക്രിപ്റ്റ് ഇവിടെ എറണാകുളത്ത് വന്ന സമയത്ത് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിട്ട് ഞാനിങ്ങനെ വായിക്കുകയായിരുന്നു. നീ അങ്ങോട്ട് പോകുമ്പോൾ നീ എന്താ എന്നോട് പറഞ്ഞത്? ഓ അത് ശരി, ഞാൻ വെറുതെ നിന്നെ ഇവിടെ ഒന്ന് പ്രതീക്ഷിക്കണ്ട. അപ്പൊ അകത്തുനിന്ന് സാർ ഓക്കെ സാർ അടുത്തുനിന്ന് ഞാനിത് വായിച്ചതേ ഉള്ളൂ, ഞാൻ ഡബ് ചെയ്തിട്ടില്ല. അപ്പൊ അത്രയും സമയമില്ല, എടുത്തെടുത്ത് പോവല്ലേ. ഇപ്പൊ പറഞ്ഞു വന്നപ്പോഴാണ് ലൂപ്പ് സിസ്റ്റത്തെ പറ്റി പറയുന്നത്. ലൂപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇന്നത്തെ ആൾക്കാർക്ക് അറിയുമെന്ന് അറിയില്ല. ലൂപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സീനിനെ പല ലൂപ്പുകളാക്കും. അതായത് ഒരു പടത്തിനെ ഏതാണ്ട് 350-400 കഷണങ്ങളാക്കി മുറിക്കും. അത് ഡയലോഗുള്ള പോർഷൻസ് മുറിച്ചിട്ട് അതിനൊരു ലീഡർ, ഓരോ പീസായിട്ട് അതിനൊരു ലീഡർ ഒട്ടിക്കും, ഒരു വൈറ്റ് ലീഡർ ഒട്ടിക്കും. ഈ വൈറ്റ് ലീഡർ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അടുത്തത് വരാൻ പോകുന്നത് ഡയലോഗാന്ന് അറിയാം. അപ്പൊ അങ്ങനെ നിന്ന് ഡബ് ചെയ്യുമ്പോൾ അന്ന് ആകെപ്പെടെ ട്രാക്കുകളില്ല, മാക്സിമം പോയാൽ 2 പേര് ട്രാക്ക് വേണമെന്ന് പറഞ്ഞാൽ വീണ്ടും അത് പ്രീമിക്സ് ചെയ്യണം. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് എല്ലാവരും കഴിവതും ഡബിങ് ആർട്ടിസ്റ്റുകളെല്ലാം ഒരുമിച്ച് കൊണ്ടിരുത്തിയിട്ടാണ് ഡബ് ചെയ്യും. ഈ സമയത്ത് ചന്ദ്രമോഹനായാലും അമ്പിളിയായാലും ആന്റണി ആയാലും എല്ലാവരും, ഹരിയേട്ടനായാലും എല്ലാവരും ഉണ്ടാവും അവിടെ. അപ്പം അവിടെ ആരെങ്കിലും ഒന്ന് തെറ്റിച്ചു കഴിഞ്ഞാൽ ഒരു നോട്ട അപ്പുറത്തുനിന്ന് മോനെ വേഗം നോക്ക്, അല്ലെങ്കിൽ ശരിക്കും ചെയ്. അപ്പൊ ആ ഒരു പീരീഡിലുള്ളവർക്കൊക്കെ അറിയാം എവിടെ പോയിക്കൊണ്ടാലും ഈ എന്ത് പ്രശ്നത്തിൽ എവിടെ കൊണ്ടിട്ടാലും ഡബ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. കാരണം എല്ലാവരുടെ മുമ്പിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡബിങ് ആരും കാണാതെയൊക്കെ നമ്മൾ ഡബ് ചെയ്യും. നമ്മുടെ മുഖം മാത്രം മറ്റുള്ളവരെ കാണരുത് അല്ലേ? പലരും മുമ്പിൽ നിന്ന് ഡബ് ചെയ്യുമ്പോൾ പോലും ഒന്ന് മാറിയതേ മുമ്പിൽ നിൽക്കല്ലേ എന്ന് പറയും. കാരണം കരയുമ്പോ ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞ മുഖത്ത് പോലെ ആക്ഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ട്. അപ്പൊ അങ്ങനെ ലൂസ് ചെയ്തതിന്റെ ഗുണം ഒന്നും ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ശരിക്കും അന്നത്തെ ഇത് അനുഭവിക്കുന്നു. ഇന്ന് ആ ട്രാക്ക് വന്നപ്പോഴത്തേക്കും കംപ്ലീറ്റ് മാറി. അതുപോലെ വ്യക്തിബന്ധങ്ങൾ തമ്മിൽ തിരിഞ്ഞു. അന്നൊക്കെ മമ്മൂക്കയും മോഹൻലാലും ഒക്കെ ഒരുമിച്ച് ഞങ്ങൾ ഈ മൈക്കാണെങ്കിൽ അപ്പുറത്തെ മൈക്കില്ല. ലൂപ്പ് സിസ്റ്റം കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യമായിട്ട് വന്ന് എനിക്കൊന്ന് ദാസിനാരായണന്റെ സ്റ്റുഡിയോയിൽ തോന്നുന്നു ഒരു കമ്പ്യൂട്ടർ വന്നത്. അല്ല ആദ്യം കമ്പ്യൂട്ടർ AVMG ആദ്യത്തെ കമ്പ്യൂട്ടർ. അതോടുകൂടി പിന്നെ നമ്മള് ആർട്ടിസ്റ്റുകളെ കാണാതായി, ഡബിങ് ആർട്ടിസ്റ്റുകളെ കാണാതായി. ഒരാളെ വിളിക്കുക, അയാളെ ട്രാക്ക് എടുക്കുക. അപ്പൊ അതോടെ ബന്ധങ്ങളും ആരെവിടെയാന്ന് അറിയാതായി. ശരിക്കും ആ ലൂപ്പ് സിസ്റ്റത്തെ കാണുമ്പോ എല്ലാം ഒരു കുടുംബം പോലെ 10-15 പേര് ഒന്നിച്ചൊരു ഡബിങ് ഒരു 6-7 ദിവസം എടുക്കും ഒരു പടം തീരാനായിട്ട് അല്ലേ? ആ ബന്ധമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നും ഞങ്ങളൊക്കെ തമ്മിലുള്ളത്. അത് ഒരു ഭയങ്കര ബന്ധം. മദ്രാസിൽ ജീവിച്ച അല്ലെങ്കിൽ ഡബ് ചെയ്ത ഡബിങ് ആർട്ടിസ്റ്റൊക്കെ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആത്മബന്ധം, ഒരു കുടുംബ ബന്ധം. അത് ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഇന്നിപ്പം ഇല്ല. എന്തായാലും ഇത്രയും പീക്ക് ടൈമിൽ ഇത്രയും, അതായത് മലയാള സിനിമയുടെ ഏറ്റവും പീക്ക് ടൈം ആയിരുന്നു ചന്ദ്രമോഹന്റെ ആ കാലം. ഞാൻ വരുമ്പോഴൊക്കെ ശരിക്കും ഞാനൊരു ആരാധന, ഞാൻ എന്റെ മനസ്സിൽ ഗുരുവായിട്ട് കരുതിയിട്ടുള്ള 2 പേര്, ഒന്ന് ചന്ദ്രമോഹനും ഒന്ന് ഹരിയേട്ടനുമാണ്. ഇവരെ മനസ്സിൽ കരുതാതെ നമുക്കൊന്നും ഒരു ഡബിങ് ആർട്ടിസ്റ്റുകൾക്കും മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഞാനിങ്ങനെ പല പ്രാവശ്യവും ചന്ദ്രൻ ഡബ് ചെയ്യുന്ന ഞാൻ നോക്കി നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. പല എമോഷൻസ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നും കരയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കരയേണ്ടതെന്നും ഒക്കെ നോക്കി നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ എല്ലാവരും ഇന്നും നമ്മുടെ സ്റ്റുഡിയോയിൽ വരുന്ന ആൾക്കാരോട് ഞാൻ പറയാറുണ്ട്, കുറച്ച് നിങ്ങൾ ഡബിങ് കാണൂ, കണ്ടിട്ട് നമുക്ക് ബാക്കി പിന്നെ നോക്കാം. കുറച്ച് ദിവസം വന്നിരുന്നു അങ്ങനെ കണ്ടിരുന്ന ഒത്തിരി പ്രാക്ടീസ് ചെയ്ത ആൾക്കാരൊന്ന് ഉണ്ട്. ഇപ്പം പിന്നെ അമ്പിളിയുടെ കാര്യം എടുത്താൽ, അമ്പിളി നക്ഷത്രങ്ങൾ കാണുന്നില്ലേ, മോണിഷ ഒരുപാട് അതേപോലെ തന്നെ അല്ലേ, ഒരുപാട്. പിന്നെ 8ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് ഭക്തമാർക്കണ്ടേയ തെലുങ്കിൽ മലയാളത്തിലേക്ക്. ചന്ദ്രമോഹൻ പോലെ തന്നെ ഈ അന്യഭാഷയിൽ നിന്നുള്ള ഒരുപാട് പടങ്ങൾ, ഇഷ്ടം പോലെ പടങ്ങൾ ചെയ്തു. അതെ, പിന്നെ ചിരഞ്ജീവി, ശരത് ബാബു, ഒത്തിരി ആർട്ടിസ്റ്റുകൾക്ക് ചെയ്തു. തമിഴിൽ തന്നെ മോഹൻ, അതെ, പിന്നെ വിക്രം. മലയാളത്തിലെ റഹ്മാൻ ഏതായിരുന്നു? റഹ്മാൻ എത്ര പടം ചെയ്തിട്ടുണ്ടാവും? ഏതാണ്ട് റഹ്മാനും പകുതിയോളം ചിത്രം ചെയ്തിട്ടുണ്ട്. അതിലും എനിക്ക് തോന്നുന്നു റഹ്മാന്റെ ചില മികച്ച പടങ്ങള്, അതായത് പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ, ഗായത്രി ദേവി എന്റെ അമ്മ, ഇങ്ങനെയുള്ള നല്ല പടങ്ങൾ ചെയ്യാൻ സാധിച്ചു.
അതുപോലെ പിന്നെ സുരേഷ് ഗോപി ന്യൂ ഡൽഹി വരെ. പിന്നെ വേറെ ഉണ്ടല്ലോ, പിന്നെ രാജ്കുമാർ രവീന്ദ്രൻ അതെ. രവീന്ദ്രന്റെ മദ്രാസിലെ മോനൊക്കെ ചെയ്തതാണ്. ഒത്തിരി പടം, നല്ല പടങ്ങൾ ഒത്തിരി ഉണ്ട്. അതെ. അതിനുശേഷം ചന്ദ്രൻ ഈ സീരിയൽ വർക്കുമായിട്ട് വന്നപ്പോഴത്തേക്ക് യന്ത്ര മീഡിയയായിട്ട് ബന്ധപ്പെട്ട് കുറെ മീഡിയയുടെ എല്ലാ സീരിയലും വർക്ക് ചെയ്തു. അത് യന്ത്ര മീഡിയക്ക് എറണാകുളത്ത് ഓഫീസ് മാത്രമേ ഉണ്ടായിരുന്നു. വർക്കുകൾ മുഴുവൻ നടന്നത് ചെന്നൈയിലായിരുന്നു. സ്ത്രീ ശ്യാമിന്റെ സുധാകരൻ മംഗളോദയത്തിന്റെ അതായിരുന്നു ഏറ്റവും നല്ല സീരിയൽ. അതിനുശേഷം സ്ത്രീയാണ് കൊടുത്തത്. പിന്നീട് ഇങ്ങോട്ടുള്ള ഒരുവിധം എല്ലാ സീരിയലും ഈ ഇവരുടെ യന്ത്ര മീഡിയയുടെ എല്ലാ സീരിയലും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ചന്ദ്രമോഹനായിരുന്നു. എനിക്കൊന്ന് ഒരു 5 സീരിയൽ 6 സീരിയലൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി പേര് ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ വർക്കുകൾ. ഞാൻ ഷൂട്ടിംഗ് നിന്നൊക്കെ സമയത്ത് ഞാൻ എന്റെ കുടുമിയൊക്കെ വെച്ചിട്ട് അങ്ങനെ തന്നെ വന്ന് ഇതൊക്കെ പോയിട്ടുണ്ട്. അത് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മക്കളൊക്കെ ഇപ്പം വരാറുണ്ടോ ഉണ്ണി? ഇപ്പം രണ്ടുപേരും വരാറുണ്ട്. ഒരാളിപ്പം സ്ഥിരമായിട്ട് വരുന്നുണ്ട്. എല്ലാ സൺഡേയും എല്ലാ ഞായറാഴ്ചയും വിളിച്ചിരിക്കും. ചന്ദ്രമോഹൻ ഇപ്പോൾ ഉള്ളത് പത്തനാപുരം ഗാന്ധി ഭവനിലാണ്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. എനിക്ക് അത് ഞാൻ പറഞ്ഞപ്പോ ഇത് ഗാന്ധി ഭവൻ ഒരു പഞ്ചായത്തോ എന്നൊക്കെ ഞാൻ വിചാരിച്ചേ. പക്ഷെ ഒരു പഞ്ചായത്തല്ല, ഒരു ജില്ല തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 1400 പേരുണ്ട്. അതെ. പക്ഷെ അതെനിക്ക് നമുക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടത് സോമരാജൻ സാറിനെയാണ്. അതെ. അതായത് ഒന്നാമത് പുള്ളി കലാകാരന്മാരെന്ന് വെച്ചാൽ ഭയങ്കര അങ്ങനെയാണല്ലോ. മോഹൻചേട്ടനുണ്ടായിരുന്നു, മരിക്കുന്നവരെ സുഖമായിട്ട് ജീവിച്ചു. അങ്ങനെ പുള്ളിയുടെ ഒരു കഴിവ് തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇത്രയും പേരെ ഒന്നിച്ച് ഒരു കൂട്ടായിട്ട് 5 പേരെ കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്നാമത് സാധാരണ അബ്നോർമലായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. എല്ലാവരും എല്ലാവർക്കും നമ്മള് അകത്തോട്ട് വരുമ്പോൾ എന്തൊരു മര്യാദയാണ്. എല്ലാ രോഗികളും എല്ലാം ഉണ്ട്. വരുമ്പോ തന്നെ നമ്മളോട് എല്ലാവരും നമസ്കാരം, ഭയങ്കര റെസ്പെക്ട്, ഒരു ഇതുമില്ല, ഭയങ്കര ഇതായിട്ടാണ് തോന്നിയത്. അച്ചടക്കത്തോടു കൂടി. ശരിയാണ്. വളരെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷത്തിലാണ്. അമ്പിയുടെ അമ്മ അന്ന് അവിടെ ഒരു അനാഥാശ്രമത്തിൽ ഉണ്ടായിരുന്നു, ഒരു വൃദ്ധസദനത്തിൽ ഉണ്ടായ സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പോയ സമയത്ത് അവിടുത്തെ അന്തരീക്ഷം കണ്ടപ്പോൾ ഞാൻ തന്നെ അവരോട് പറഞ്ഞു, അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലേഡി ഉണ്ട്, അവരോട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൂടെ ഒരു റൂം കൂടെ ബുക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ഞങ്ങൾക്ക് മക്കളൊന്നുമില്ല. അപ്പൊ ഞാനും സമയം ആലോചിച്ച് ഇപ്പം ഭാര്യയ്ക്കും ഭർത്താവിനും റൂം കൊടുക്കും, നടുവിലൊരു ഒരു ടീപ്പോയി ഒക്കെ ആയിട്ട് ഭാര്യ അപ്പുറത്തും ഭർത്താവ് അപ്പുറത്തും അങ്ങനെ കിടക്കുന്ന റൂം കൊടുക്കും. അപ്പം നമ്മൾ എന്തായാലും നമ്മുടെ സമ്പാദ്യത്തിൽ ഇത് നമ്മൾ തന്ന് ഞങ്ങളിവിടെ അങ്ങ് കൂടിക്കോളാൻ തന്നു. അതിനെന്താ വന്നോ, ഞങ്ങളിപ്പം ബിൽഡിംഗ് കെട്ടാൻ പോകും, അപ്പുറത്ത് ബുക്ക് ചെയ്തേക്കാൻ തുടങ്ങും. മോൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പിന്നെ നമ്മുടെ കാര്യങ്ങൾ മാറി. അപ്പൊ ചന്ദ്രൻ പണ്ട് മോളെ ഒരുക്കുന്നതും എനിക്ക് എന്റെ മനസ്സിലത് പണ്ട് ചന്ദ്രൻ മോളെ ഒരുക്കുന്നതും പിന്നെ പവാട വെച്ച് കൊടുക്കുന്നതും സോക്സ് ഇടിപ്പിക്കുന്നതും ഷൂ ഇടിപ്പിക്കുന്നതും അതൊക്കെ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഞാനൊരു 10-30 വർഷം പുറകോട്ട് പോയി. അതൊരു നമ്മൾ എന്താ പറയാ മനസ്സിനൊരു ഇതാകുന്ന സത്യമായിട്ടും. പിന്നെ ഇപ്പം വേറെ കലാപരമായിട്ടൊന്നും എവിടെയും ഒന്നും കലാപരമായിട്ട് ഞാൻ ഡബിങ്ങിന് വിളിച്ചാൽ പോകും ചെയ്യുന്നുണ്ട്. നമ്മളാ ശങ്കരനെ ചെയ്തു, എറണാകുളത്തൊന്നും ചെയ്തു. ഞാൻ പടം എവിടെയായിരുന്നത്? തിരുവനന്തപുരത്ത്, എറണാകുളത്ത്. എവിടുന്ന് പോയി ചെയ്യാം, അങ്ങനെ വർക്കൊക്കെ പോയി ചെയ്യാം. അവർക്കൊണ്ട് എല്ലാവർക്കും അങ്ങനെ പെർമിഷൻ ഇല്ല, ചെയ്യാം. ഷൂട്ടിംഗ് പെർമിഷൻ വേണ്ട കൊടുക്കാറുണ്ട് കലാകാരന്മാർക്ക് പ്രത്യേകിച്ച് ചെയ്യാറുണ്ട്. ഇപ്പൊ ഈ ഇന്നത്തെ ജനറേഷനിൽ ഇന്നത്തെ ഡബിങ് ആർട്ടിസ്റ്റുകൾ എന്താണ് ചന്ദ്രനെ പോലെ ഇത്രയും സീരിയലായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് പറയാനുള്ളത് എന്താണ് ഇന്നത്തെ ഡബിങ് ആർട്ടിസ്റ്റുകളോട്? ഇന്നത്തെ ഡബിങ് ആർട്ടിസ്റ്റ് വർക്കിന്റെ കാര്യത്തിലായാലും എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്? അതെ, അല്ല പണ്ടുള്ളത് പോലെ അല്ല, കൃത്യനിഷ്ഠ എന്നൊരു സാധനം ഇല്ല. നമ്മളൊക്കെ ഒരു തൊഴിലിനെ കാണുന്നത് ഒരു ദൈവതുല്യം ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. കൃത്യനിഷ്ഠയില്ല, ബഹുമാനമില്ല, അതൊന്നും നമ്മൾ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മള് അന്നൊക്കെ ഡയറക്ടറും ഒക്കെ നമ്മളെ തൊട്ടടുത്ത് നിന്നിട്ടാണ് നമുക്ക് എല്ലാം പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മള് ഞാൻ ചെയ്തിട്ടുള്ള വർക്ക് ഇപ്പൊ ജോഷി സാർ ആയാലും അവരെല്ലാവരും വർക്കിലും അവര് നമ്മളെ ഒപ്പം തന്നെ ഉണ്ടാവും. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാല് അഭിനയിക്കാൻ ആഗ്രഹിച്ച് ഞാൻ ഫീൽഡിൽ വന്നതാണ്. അപ്പൊ എനിക്ക് കാര്യമായിട്ട് അതില് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കണ്ടപ്പോ ഞാൻ സെലക്ട് ചെയ്തൊരു മേഖല ഡബിങ് ആയിരുന്നു. നമ്മള് 1921 സമയത്താണ് ഞാൻ ഡബിങ് പിന്നെ ഒന്ന് പിടിച്ചു നോക്കി.
അതിനുശേഷം ഞാൻ ഡബിങ്. അപ്പൊ എന്റെ മനസ്സിൽ ആഗ്രഹം ഞാൻ തീർത്തത് എങ്ങനെ വെച്ചാൽ എല്ലാ പടങ്ങളും ഡബ് ചെയ്ത് എല്ലാ അറിയുന്ന സംവിധാനം ഉടൻ ഡബ് ചെയ്തിട്ടാണ് ഇത്. നമുക്ക് ശശിതാറും സത്യനന്ദികളും നമുക്ക് പറഞ്ഞു തന്നാൽ മതി. ഒരു ഡയലോഗ് അവിടെ നിന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞാൽ മതി, അതാണ് ഓക്കെ. ഇപ്പം ഈ ഡയറക്ടർ വരാറില്ല. അസോസിയേറ്റ് ഡയറക്ടേഴ്സിന് തന്നെ ഒരു സ്ഥിരതയില്ല. എന്തെടുക്കണം എന്ന് അവർക്കറിയില്ല. അവർ നമ്മളെ കൊണ്ടൊരു 10-15 പ്രാവശ്യം ഇങ്ങനെ പറയിപ്പിച്ചിട്ട് അവർക്ക് എങ്ങനെ ഒന്നൊന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞാൽ അതുമില്ല. അപ്പൊ അവരിഷ്ടം കുറെ എടുത്തു നോക്കും. ഡയറക്ടർ വരുമ്പം ഒരു 10-20 പ്രാവശ്യം, ഒരു കാര്യം ശരിയാണ്, 10-20 പ്രാവശ്യം എടുക്കുമ്പം അത് നന്നാവുന്ന ഒരു പ്രതീക്ഷ ഈ പല നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ആദ്യത്തെ ടേക്ക് പോലെ ഒരിക്കലും പിന്നീട് വരില്ല. അത് പലപ്പോഴും 15-20 പ്രാവശ്യമൊക്കെ എടുത്തിട്ട് ഫസ്റ്റ് ടൈം ഒക്കെ വെച്ച ചരിത്രമൊക്കെ ഉണ്ട് ഇല്ലേ? പരസ്യങ്ങളിലൊക്കെ ഒരുപാട് ചെയ്തിട്ടില്ല. അതെ, പരസ്യങ്ങൾ ഒത്തിരി അതും അന്നത്തെ ടോപ്പ് വി ഗാർഡിന്റെ ചിക് ഷാമ്പു, അതൊക്കെ എനിക്കിപ്പം ഓർമ്മയുള്ള പരസ്യങ്ങളാണ്. ഏറ്റവും പടങ്ങളിൽ തന്നെ ഏറ്റവും ചന്ദ്രമോഹൻ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് വീണ്ടും വീണ്ടും നമ്മൾ കാണുമ്പോൾ പറയണമെന്ന് തോന്നുന്ന ഒരു പടം ഏതായിരിക്കും പടങ്ങളില്? ആർക്ക് ചെയ്താലും ഇപ്പം ശങ്കരനായാലും ഒത്തിരി പടങ്ങളുണ്ട്. എന്റെ മോഹങ്ങൾ പോണി നല്ല പടമാണ്. ഇപ്പോഴും ഈ പറഞ്ഞ ഗായത്രി സീൻ അങ്ങനെ ഇഷ്ടപ്പെട്ടപ്പം ഒരുപാട് ഫീലിംഗ് സങ്കടിച്ചപ്പോൾ എനിക്ക് ഈ സങ്കടപ്പെട്ട് പറയുന്ന നമുക്ക് കിട്ടാറില്ല അങ്ങനത്തെ കഥാപാത്രം. ഗായത്രി ദേവിന്റെ അമ്മ, ഗായത്രി ദേവി, മോഹൻ റഹ്മാൻ. പിന്നെ എന്റെ മോഹങ്ങൾ പോകണ ക്ലൈമാക്സ് കലാരഞ്ജനിയുടെ ഒരു സീനുണ്ട്, ശങ്കറിന്റെ, നല്ല സീൻ. അത് ഒത്തിരി പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡബിങ് ആർട്ടിസ്റ്റിന്റെ ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി വർക്കുകൾ ചെയ്തു. ഇന്ന് റിട്ടയർ ആയിട്ടില്ല, എന്നാലും ആ ഒരു സ്റ്റേജിലാണ്. എന്താ പറയാ, ഒരു വിശ്രമം എടുക്കുന്ന ആർട്ടിസ്റ്റാണ് ചന്ദ്രമോഹൻ. എന്തായാലും ഇവിടെ വന്ന് ചന്ദ്രമോഹനെ കാണാനും നേരിട്ട് സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞതിലൊക്കെ അതിയായ സന്തോഷമുണ്ട്. മീഡിയ ഭാരതിന്റെ എല്ലാവിധ ആശംസകളും തീർച്ചയായിട്ടും നേരെയാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളെ എന്താ പറയാ, ഞങ്ങളുടെ പ്രോഗ്രാമുകളൊക്കെ വീക്ഷിക്കണം തീർച്ചയായിട്ടും. അതുപോലെ റേഡിയോ ഭാരതം ഉണ്ട്, റേഡിയോ അതും സബ്സ്ക്രൈബ് ചെയ്ത് അത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ ഇത് ഡൗൺലോഡ് ചെയ്ത് കാണണം കേട്ടോ. ഓക്കെ.